ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ബാക്കി വന്ന ദോശമാവ് കൊണ്ട് കിടിലൻ ടേസ്റ്റിൽ നല്ല അടിപൊളി ഒരു വെറൈറ്റി റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കൂടിയാണിത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിരുന്നാലേ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാവുള്ളൂ. ഈ ഒരു റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ മുട്ട ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി വന്നിട്ടുള്ള ദോശമാവാണ് ഞാൻ 1 കപ്പ് അളവിൽ ഒഴിച്ചു കൊടുക്കുന്നത്. 250 ഗ്രാം കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ദോശമാവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിൽ നേരത്തെ തന്നെ സോഡാപ്പൊടിയും ഉപ്പൊക്കെ ഇളക്കി ചേർത്ത മാവാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ കോൺഫ്ലവർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കോൺഫ്ലവർ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് അളവിൽ മൈദപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 തക്കാളിയും 1 ക്യാരറ്റും പകുതി ക്യാപ്സിക്കവും ഇതേപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം, എന്നാലേ അത് വെന്ത് കിട്ടുള്ളൂ. ഇതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇട്ട് കൊടുക്കണം എന്നുള്ളവർക്ക് അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ നല്ല ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പൊടിയില്ലാന്നുണ്ടെങ്കിൽ മുഴുവനെ ഇട്ട് കൊടുത്താലും മതി. ഇതിൻ്റെ കൂടെ നല്ല ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റൊക്കെയാണ്. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ മാവിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ള മാവാണ്, എന്നാലും അതിൻ്റെ കൂടെ ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ ചേരുന്നത് കൊണ്ട് ഉപ്പ് കുറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തത്. ഇത്രയും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പരുവം കാണിച്ചു തരാം. ദോശ ചുടാനായിട്ട് എടുത്തിട്ടുള്ള അതേ പരുവം തന്നെയാണ് ഈ ഒരു മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പരുവത്തിൽ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. എന്നതിന് ശേഷം ഇതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഒരു 2.5 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഈ ഒരു പാനിൻ്റെ അതേ വലിപ്പത്തിൽ കിട്ടുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുത്താൽ മതി. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കരുത്, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാതെ ചുട്ടെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിൽ നിന്നും എടുത്തു മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാ മാവിലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ടോ കട്ട് ചെയ്യാതെയോ കറി ഒഴിച്ചിട്ടോ കറി ഒഴിക്കാതെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഇഷ്ടമാവും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.